ഐ യു ആൻ ഇൻട്രോവേർഡ്? അതായത് ഒരു മീറ്റിംഗ് റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മറ്റുള്ളവരെ നിങ്ങളെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്ന് കരുതിയിട്ട് നിങ്ങളുടെ തലയിലുള്ളതെല്ലാം മാഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് കടന്നു ചെല്ലുമ്പോൾ ശരിയായ രീതിയിൽ ഉത്തരം പറയാൻ പറ്റാതെ പഠിച്ചതെല്ലാം മറന്ന് പ്രിപ്പയർ ചെയ്തെല്ലാം മറന്ന് ആ അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എങ്കിൽ നിങ്ങൾ ഇൻട്രോവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഞാനും ഇതുപോലെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. വർഷങ്ങളോളം ഞാൻ ഇതിൽ കൂടെ സഫർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കരിയറിൽ, എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൽ, എൻ്റെ ലൈഫിലെല്ലാം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു 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 ചിന്താഗതി കൊണ്ട് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അടുത്തിടെ ഒരു 1-2 കൊല്ലം മുമ്പ് ഇതിൽ നിന്ന് മാറാനായിട്ട് ഒത്തിരി റിസർച്ച് ചെയ്തു, ഒത്തിരി ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് ഞാനൊരു പബ്ലിക് സ്പീക്കറാണ്. ഞാൻ എങ്ങനെയാണ് ആ ഒരു ഇൻട്രോവേർട്ട് എന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഒരു പബ്ലിക് സ്പീക്കറായിട്ടോ ഒരു ആംബിവേർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രോവേർട്ടായിട്ടോ മാറുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കോഴ്സ് രൂപത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. ഞാൻ ഇതിൽ കൂടെ കടന്നു പോയിട്ട് ഞാൻ മാറിയതിന് ശേഷം എനിക്കിപ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കടന്നു പോകാൻ എനിക്കൊരു പേടിയില്ല. എനിക്ക് ഏത് വലിയ ഗ്രൂപ്പിൻ്റെ മുമ്പിലും പ്രസംഗിക്കാൻ എനിക്കൊരു മടിയില്ല. നിങ്ങൾക്കും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിലും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവാം എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് എന്നോടും അതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള 1-2 സ്പീക്കേഴ്സിനോടും നേരിട്ട് ഇടപഴകാനും ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യണതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇത്. മിസ് ചെയ്യരുത്.